നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മോഹൻലാൽ നായകനായി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ബറോസ് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. ഈ ചിത്രത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ ഏകദേശം ഇത് അനൗൺസ് ചെയ്ത കാലം തൊട്ട് തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഈ സിനിമയിൽ തീരെ വിശ്വാസമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം അദ്ദേഹം ഇതുപോലെ പല ആഗ്രഹങ്ങൾ മൂത്ത് പല കാര്യങ്ങളായിട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മറ്റേ മാജിക് കാണിച്ചതും തീയിൽ ചാടാൻ പോയതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതുപോലെയുള്ള ഒരു അറ്റംപ്റ്റ് മാത്രമായിരിക്കണം ഈ ഒരു സിനിമ സംവിധാനം എന്നാണ് ഞാൻ ആദ്യം തൊട്ടേ തന്നെ കരുതിയത്. അവസാന ദിവസം വരെ, അപ്പൊ കഴിഞ്ഞ ദിവസം വരെ അതിനെക്കുറിച്ച് ചെയ്ത ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പടം റിലീസ് ചെയ്യട്ടെ എന്നത്, അതിനുശേഷം മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റൂ. ഞാൻ ഒട്ടും പ്രതീക്ഷയിലല്ല എന്ന് ഞാൻ പറയുകയുണ്ടായി. ഇന്ന് സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അതിന്റെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ചാനലിന്റെ പേര് മാറ്റുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. കുറെ അധികം പേരുകൾ നമുക്ക് കിട്ടിയിരുന്നു. അതിനകത്തുനിന്ന് സെലക്ട് ചെയ്ത 4 പേരുകൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ അതൊന്ന് ചെന്നിട്ട് നിങ്ങൾക്കത് ഏത് പേരാണോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ ലൈക്ക് കിട്ടുന്ന പേര് നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒറ്റ വരിയിൽ ഉത്തരം പറയാം. ഇതൊരു കുട്ടികളുടെ ചിത്രമായിട്ടാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയത്. അതേ രീതിയിൽ തന്നെയാണ് അവർ അതിനെ പ്രൊമോട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഫാൻസ് ഷോയൊക്കെ ഒഴിവാക്കിയിട്ട് 9:30 പടം റിലീസ് ചെയ്യിപ്പിച്ചത്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതും അത് തന്നെയാണ്. ഒറ്റ വരിയിൽ പറഞ്ഞാൽ കുട്ടികൾക്കുള്ള ചിത്രമാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. അവരെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുന്ന, അവർക്ക് വേണ്ടി വരുന്ന എല്ലാ സംഭവങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഇനി പൂർണ്ണമായിട്ടുള്ള ഒരു റിവ്യൂ, അതായത് കുട്ടികൾ മാത്രമല്ലല്ലോ ടിക്കറ്റ് എടുത്ത് പടം കാണുക. ഒരു കുട്ടി പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ അച്ഛനും അമ്മയും പോരുന്നുണ്ടാവും. അപ്പോൾ മിനിമം ഏറ്റവും കുറഞ്ഞത് 3 ടിക്കറ്റെങ്കിലും ഒരു ആള് പടം കാണുന്നതിന്റെ കൂടെ ബുക്ക് ചെയ്യും. അതൊരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ്. അപ്പോൾ അങ്ങനെ കൂടെ വരുന്ന കാരണന്മാർക്ക് ഈ പടം ഇഷ്ടപ്പെടുമോ, അതും കൂടി ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യമേ തന്നെ ഈ സിനിമയുടെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നി. അത് നിങ്ങളിപ്പോൾ റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ വന്നു തുടങ്ങിയിരുന്നു. റിവ്യൂ ഒന്നും വന്നിട്ടുണ്ടാവില്ല. എന്തായാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ റിവ്യൂ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും. അവിടെ എല്ലാം തന്നെ ഒരു കാര്യം പോസിറ്റീവായിട്ട് പറയാൻ സാധ്യതയുണ്ട്. അത് ഈ സിനിമയുടെ ക്വാളിറ്റി, 3D ക്വാളിറ്റി വേറെ ലെവല് സാധനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മലയാളത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ അത്ഭുതകരമായിട്ടുള്ള സിനിമ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മൈഡിയർ കുട്ടിച്ചാത്തന്റെ പേരാണ് പറയുക. പക്ഷെ ഇത്രയും 3D എഫക്റ്റ് എനിക്ക് തോന്നിയ മറ്റൊരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. മാജിക് എന്ന മറ്റൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ +2 പഠിക്കുന്ന സമയത്തോ മറ്റോ ഇറങ്ങിയ ഒരു പടമാണ്. അന്ന് ഞാനത് തിയേറ്ററിൽ കണ്ടതാണ്. അതിനുശേഷം ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു 3D സിനിമ മലയാളത്തിൽ ഞാൻ കാണുന്നത് ഈ ഒരു സിനിമയാണ്. ഹോളിവുഡ് ലെവലിൽ പോലും ഇത്രയും ഗംഭീരമായിട്ടുള്ള 3D എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഡെപ്ത് നമുക്ക് പല സിനിമകളിലും കാണാൻ സാധിക്കാതെ പോവാറുണ്ട്. അപൂർവമായിട്ട് മാത്രമാണ് ഹോളിവുഡ് സിനിമകളിൽ പോലും ഇത്രയും മനോഹരമായിട്ടുള്ള 3D കാണാൻ സാധിക്കുക. ആ ഒരു 3D എഫർട്ടിന് ഗംഭീരമായിട്ടുള്ള ഒരു കയ്യടി കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അതുപോലെ തന്നെ ആളുകളുടെ കോസ്റ്റ്യൂമൊക്കെ ഗംഭീരമായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും തന്നെ കോസ്റ്റ്യൂം വളരെയധികം മനോഹരമായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതല്ല ഒരല്പം മോശമായിരുന്നെങ്കിൽ മോഹൻലാൽ ചുരിദാർ ഇട്ടുകൊണ്ടിരിക്കുന്ന ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പക്ഷെ ഇത് അങ്ങനെയല്ല. ഗംഭീരമായിട്ട് തന്നെ ഒരു എഫേർട്ട് അതിനകത്ത് എടുത്തിട്ടുണ്ടെന്ന് വ്യക്തമാകുന്നുണ്ട്. ആർട്ട് വർക്ക് ഒരു ശരാശരിക്ക് മുകളിൽ എന്ന് തന്നെ പറയാം. കാരണം കുറെ ഏരിയകളൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ആ ഒരു ടു ഡു എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ആ ഒരു ഡോള്, ആ ഒരു കഥാപാത്രമൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പല ആർട്ട് വർക്കുകളിൽ ഒരു 99% ഗംഭീരമാണ്. ചില ഏരിയകളിൽ, അതായത് ഈ ചില സംഭവങ്ങൾ പൊട്ടിപ്പോകുന്ന അല്ലെങ്കിൽ ഭിത്തി പൊളിഞ്ഞു, അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ക്വാളിറ്റി കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് ആർട്ട് വർക്കുകളിൽ. അതൊഴിച്ച് ബാക്കി എല്ലാം തന്നെ ഗംഭീരമായിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇതൊക്കെയാണ് പോസിറ്റീവായിട്ട് പറയാനുള്ളത്. മ്യൂസിക്, നല്ല മ്യൂസിക് ആയിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ BGM ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുഴപ്പമില്ലാത്ത പാട്ടുകളാണ്. അതിനകത്ത് തന്നെ ആ ഒരു അനിമേഷൻ സോങ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ട് പറയാനുള്ളത്. നെഗറ്റീവിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ടും അഭിനയിച്ചിരിക്കുന്ന ആ പെൺകുട്ടി, അതൊരല്പം അഭിനയ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ആസ്വാദനത്തെ അല്പം ഖണ്ഡിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ കുട്ടിയുടെ പെർഫോമൻസ്. ഒരു നിർജീവനം തൊട്ട് പറഞ്ഞ ആ ഒരു
നിർജീവമായിട്ടുള്ള അവസ്ഥയിലാണ് ആ കുട്ടി പലപ്പോഴും ഡയലോഗുകൾ പറയുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഭാഷ മലയാളം സംസാരിക്കുന്ന സാഹചര്യങ്ങളിലാണ് അത് അങ്ങനെ വരുന്നത്. കാരണം പോർച്ചുഗീസ് സംസാരിക്കുന്ന സിറ്റുവേഷൻസിലെല്ലാം ആ പെൺകുട്ടിയുടെ മുഖത്ത് നല്ല രീതിയിലുള്ള ഭാവമാറ്റങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു. അത്യാവശ്യം തരക്കേടില്ലാതെ അഭിനയിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ മലയാളം പറയുന്ന സിറ്റുവേഷൻസിൽ എന്തോ കൺഫ്യൂഷനിലൂടെ, അതായത് ഒരു ഒഡീഷൻ നടക്കുന്ന സമയത്ത് വെറുതെ കാണാൻ വന്ന ഒരാളെ പിടിച്ച് നിർത്തി അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അഭിനയിച്ച് കാണിക്കുന്ന ആ ഒരു ഫീല് തന്നെയാണ് പല മേഖലകളിലും തോന്നിയത്. ആ കുട്ടി കുറച്ചുകൂടി ആക്റ്റീവ് ആയിരുന്നെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയവർക്ക് കുറച്ചുകൂടിയും ഈ സിനിമയുമായിട്ട് കണക്ഷൻ കിട്ടുമായിരുന്നു. ഇതൊരു എൻ്റെ മാത്രം അഭിപ്രായമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ ആസ്വാദനത്തെ വലിയ കാര്യമായിട്ട് തന്നെ ആ കുട്ടിയുടെ പെർഫോമൻസ് ബാധിച്ചു എന്നുള്ളതാണ്. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതുപോലുള്ളൊരു കഥയാണ്, അതുകൊണ്ട് തന്നെ നമുക്കത് നെഗറ്റീവായിട്ട് പറയാൻ സാധിക്കുമോ എന്നറിയത്തില്ല. പല ഡയലോഗുകളും ഭയങ്കര നാടകീയത ഫീൽ ചെയ്തിരുന്നു. ആ രീതിയിലുള്ള പെർഫോമൻസുകളാണ് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ നിന്നും വന്നത്. അതുപോലെ തന്നെ കോമഡി കൈകാര്യം ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിത്രമാണ് എന്നുള്ളൊരു മൈൻഡോട് കൂടി കാണുമ്പോൾ ഓക്കെ എന്ന് തോന്നാം. അതല്ലെങ്കിൽ നമുക്ക് ഇത് ഭയങ്കര ഓവർ ആക്കുന്നുണ്ടല്ലോ എന്ന് നമുക്ക് പല കോമഡി രംഗങ്ങളും കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. ആ ഒരു സംഭവമൊക്കെയാണ് ഇതിനകത്ത് നെഗറ്റീവായിട്ട് വരുന്നത്. പൊതുവെ ഈ സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രമാണ്. ഇത്രയധികം എഫേർട്ട് എടുത്ത് ചെയ്ത ചിത്രമാണ്. അതുപോലെ തന്നെ ഇത്രയധികം അത്ഭുത സംഭവങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സിനിമയാണ്. ഒരു 3D പടമാണ് എന്നുള്ളതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട്, കുട്ടികളുടെ ചിത്രമാണ് എന്നുള്ളതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് കയറിയിരുന്നാൽ ഒരു പ്രാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു ചിത്രമാണ്. പൂർണ്ണമായിട്ടും ഈ സിനിമ ബോറടിച്ചില്ല എന്നുള്ളൊരു കാര്യം പറയേണ്ടതുണ്ട്. എന്നാൽ ഒരു പരിധി വരെ നമ്മളെ സന്തോഷിപ്പിക്കാനും ഈ സിനിമയ്ക്ക് സാധിച്ചില്ല. കാരണം നമ്മൾ കയറിയിരുന്നു, കണ്ടു കഴിഞ്ഞു, കുറെ അത്ഭുത സംഭവങ്ങളൊക്കെ കണ്ടു, ബോറടിച്ചില്ല, അത് സത്യമാണ്. പക്ഷെ ഈ പറഞ്ഞ മാതിരിയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്തു. ഈ കുട്ടിയുടെ അഭിനയമൊക്കെ കുറച്ച് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തു. ഇതാണ് എനിക്ക് ഒറ്റ വരിയിൽ അല്ലാതെ ഈ പടത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കാനുള്ളത്. ഈ ഒരു സിനിമ ഭാവിയിൽ എങ്ങനെയാകുമെന്ന് വെച്ചാൽ റിലീസ് ചെയ്തിരിക്കുന്ന ടൈം വളരെ ഗംഭീരമായിട്ടുള്ള ടൈമാണ്. ഇന്ന് ക്രിസ്മസ് ആണ്. ഞാൻ കണ്ട ആദ്യ ഷോയിൽ തന്നെ കുട്ടികൾ കുറെ പേരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അവരെല്ലാം വളരെയധികം സന്തോഷത്തോടുകൂടി ഇറങ്ങിയാണ് വരുന്നത് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സിനിമ വളരെ കാര്യമായിട്ട് ദഹിക്കുമെന്ന് തോന്നുന്നു. നമ്മളെ സംബന്ധിച്ച് കാശ് കൊടുത്ത് കൊച്ചു TV കാണുന്ന ഒരു ഫീലായിരിക്കും നമുക്കുണ്ടാവുക. കൊച്ചു TV കുട്ടികളെല്ലാവരും വളരെയധികം സന്തോഷിക്കുന്നതാണ്, അല്ലെങ്കിൽ കണ്ട് അത്ഭുതപ്പെടുന്നതാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അത് തന്നെയാണ് ഇതിനകത്തുള്ളത്. കഥ എന്ന് പറയുന്നത് കഥയൊക്കെ കൊള്ളാമായിരുന്നു, പക്ഷെ അത് പറഞ്ഞു വരാൻ കുറെ ടൈം എടുത്ത മാതിരി ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് ലെങ്ത് കൂടിപ്പോയ മാതിരിയും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മൊത്തത്തിലുള്ള ഒരു ഇതാണോന്നറിയില്ല. 9:30 പടം തുടങ്ങിയിട്ട് ഏകദേശം 12 മണി കഴിഞ്ഞു പടം തീരുമ്പോൾ. ഇന്റർവെല് 10 മിനിറ്റ് കൂട്ടിയാൽ പോലും 2.5 മണിക്കൂറോളം പടമുണ്ട്. ആ 2.5 മണിക്കൂർ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുപോയത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുഴപ്പമുണ്ട് എന്ന് പറയാം. പക്ഷെ ഫസ്റ്റ് ഹാഫിനേക്കാൾ അല്പം താഴെയാണ് സെക്കൻഡ് ഹാഫ് നിന്നത്. എന്നെ സംബന്ധിച്ച് ഈ സിനിമയ്ക്ക് ടോട്ടലായിട്ടൊരു അഭിപ്രായം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ബിലോ ആവറേജ് എന്നോ മാക്സിമം ആവറേജ് എന്നോ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതിനേക്കാൾ മുകളിൽ എനിക്ക് ഈ സിനിമയ്ക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷെ ഒരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അത് വേറെയൊന്നുമല്ല, കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ചിത്രത്തെ വലിയ ഒരാൾ വിലയിരുത്തുമ്പോഴുണ്ടാകുന്ന ഒരു സംഭവമാണിത്. നിങ്ങളുടെ കുട്ടികളോട് ചോദിക്കുക, നിങ്ങൾക്ക് ഈ പടം കാണാൻ താല്പര്യമുണ്ടോ എന്ന്. അവർ എന്ത് പറയുന്നു അതനുസരിച്ചിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും കുട്ടികൾ ഈ സിനിമയെ സ്വീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ മൈൻഡുള്ള മാതാപിതാക്കൾക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടേക്കാം. അതല്ലാതെ ഒരു മോഹൻലാലിനോടുള്ള ആരാധന മൂത്തിട്ട് കാണുന്ന ആളുകൾക്കും ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടേക്കാം. അതിനപ്പുറമായിട്ട് ഒരു സിനിമ ആസ്വദിക്കാൻ വേണ്ടി കയറുന്നവരെ സംബന്ധിച്ച് ഇതൊരു ശരാശരി അനുഭവം തന്നെയായിരിക്കും. മോശം അഭിപ്രായം ഞാൻ പറയുന്നില്ല. മോശം അഭിപ്രായം വരാൻ സാധ്യതയുണ്ട്, വലിച്ചു കീറുന്ന റിവ്യൂസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊക്കെ കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ടിക്കറ്റ് എടുത്ത് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾ സ്വയം വിലയിരുത്തുക. എന്നെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ സിനിമ 3Dയിൽ തിയേറ്ററിൽ അല്ലാതെ കണ്ടു കഴിഞ്ഞാൽ വളരെ മോശം അഭിപ്രായമായിരിക്കും നിങ്ങൾ പറയുക. ഈ സിനിമയുടെ ടോട്ടാലിറ്റിയിൽ 3D വലിയ കാര്യമായിട്ട് തന്നെ പങ്കുവഹിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി പറയുന്നു, 3Dയുടെ എഫക്റ്റ് ഇത്രയും മനോഹരമായിട്ട് മലയാള സിനിമയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പറയുന്നു, ആ ഒരു എഫേർട്ടിന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. നിങ്ങളെ ബോറടിപ്പിക്കാതെ കണ്ടിരിക്കാൻ അല്ലെങ്കിൽ പിടിച്ചിരുത്താൻ ഈ സിനിമയ്ക്ക് സാധിക്കും. ഈ പറഞ്ഞ പോലെയുള്ള ആളുകൾക്ക് എല്ലാം ഈ സിനിമ ഇഷ്ടപ്പെടും. അതല്ലാതെ മോഹൻലാലിന്റെ ഒരു മാസ് പടം കാണാനായിട്ട് ആരും സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ വിമർശിക്കാൻ പോകുന്നവരെ സംബന്ധിച്ച് അവർ പടത്തിന് കയറുകയാണെങ്കിൽ ഗംഭീരമായിട്ട് വിമർശിക്കാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാവും. എന്നാലും ഒരു പ്രാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.